ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5G സപ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഫീച്ചേഴ്സും വില കുറവുമുള്ള ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബിലേക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഫോണൊന്ന് പരിചയപ്പെടാം. ഫോണിൻ്റെ പേര് OnePlus Nord എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ്. 765G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൻ്റെ 3 റാം വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. 6GB, 8GB, 12GB. അതുപോലെ ഇതിൻ്റെ ഇൻറ്റേർണൽ വരുന്നതാകട്ടെ 64GB, 128GB, 256GB. 184 ഗ്രാം വെയിറ്റാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ OS എന്ന് പറഞ്ഞത് ഓക്സിജൻ OS ആണ്. അതിൻ്റെ ആൻഡ്രോയിഡ് 10 പതിപ്പാണ്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4115 mAh ബാറ്ററിയാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ലീനിയർ സ്പീക്കേഴ്സും ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടും ഉള്ള. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഇതിന് NFC സപ്പോർട്ടും ഉണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.44 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 ക്യാമറയുള്ള ഫോൺ എന്ന് തന്നെ പറയാം. ഫ്രണ്ടിൽ 2 ക്യാമറയും ബാക്കിലൊരു 4 ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് സെൽഫി ക്യാമറയ്ക്ക് 32 MB സെൻസറാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ ഒരു 8 MB ക്യാമറയും ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ പറയുകയാണെങ്കിൽ 48 MB ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള നല്ലൊരു ഫീച്ചേർഡ് ക്യാമറ തന്നെയാണ്. അപ്പോൾ ഈ ക്യാമറയുടെ കൂടെ തന്നെ 8 MBയുടെയും പിന്നെ മാക്രോ പിക്ചേഴ്സ് എടുക്കാനായിട്ട് 2 MBയുടെയും ക്യാമറ സെൻസേഴ്സ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ 6 ക്യാമറ വരുന്ന ആദ്യത്തെ ഫോൺ തന്നെയാണ്. മറ്റൊരു സവിശേഷത, ബാക്ക് ക്യാം ഉപയോഗിച്ച് 4K വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള നല്ലൊരു ഫീച്ചേർഡ് ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ 3 വേരിയൻറ്റുകളുടെയും പ്രൈസ് എന്ന് പറയുന്നത് 24,000, 27,000, 29,000 റേഞ്ചാണ്. അപ്പോൾ 8GB, 12GB വേരിയൻറ്റുകളാണ് ആദ്യം ഇന്ത്യയിൽ ലഭ്യമാകുക. അപ്പോൾ അത് ഓഗസ്റ്റ് 4 ആ 2 വേരിയൻറ്റുകളും ഇന്ത്യയിൽ ലഭ്യമാകും. പക്ഷേ 6GB ഉള്ള 6GB വേരിയൻറ്റ് സെപ്റ്റംബറോടെ ഇന്ത്യൻ മാർക്കറ്റിലെത്തും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ക്യാമറയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് ഈ വിലയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.